കൊല്ലം ആർച്ചലിൽ പോലീസുകാരുടെ വീട്ടുമുറ്റത്തിരുന്ന ബൈക്ക് കത്തിച്ച സംഭവത്തിൽ 2 യുവതികൾ അറസ്റ്റിൽ. ചൂരനാട് ഇടപ്പന പാറക്കടവ് നെരിയമ്പള്ളിയിൽ ആരതി രാജേഷ് 26, സുഹൃത്ത് ഇടുക്കി കൽത്തൊട്ടി വെളിനാങ്കം നെല്ലിമൂട്ട് വീട്ടിൽ ഗായത്രി മോഹൻ 26 എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് കസ്റ്റഡിയിലിരിക്കെ എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മുഖ്യപ്രതി ആരതിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ആർച്ചൽ പാലവിള വീട്ടിൽ വിവേകിൻ്റെ വീട്ടുമുറ്റത്തിരുന്ന ബൈക്ക് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കത്തിച്ചത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും ചിത്രങ്ങൾക്ക് വ്യക്തത കിട്ടാത്തതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. യുവതികളെത്തിയ ഓട്ടോറിക്ഷ കണ്ടെത്തുകയും ഗൂഗിൾ പേ വഴി ഓട്ടോ ഡ്രൈവർക്ക് പണം കൊടുത്തതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഇവരുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. പിന്നീട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇവരുടെ ചിത്രങ്ങൾ തയ്യാറാക്കി ഓട്ടോ ഡ്രൈവർ ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞതോടെയാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റിലായ ആരതിയും വിവേകുമായുള്ള വിവാഹ നിശ്ചയം നടന്നിരുന്നു. പിന്നീട് ചില കാരണങ്ങളാൽ വിവാഹം മുടങ്ങി. ഇതിൻ്റെ വൈരാഗ്യത്തിലാണ് യുവതികൾ ബൈക്ക് കത്തിച്ചതെന്നാണ് പോലീസിൻ്റെ നിഗമനം. ശനിയാഴ്ച ആർച്ചലിലെത്തിയ ഇവർ അവിടുത്തെ ലൈബ്രറിക്ക് സമീപം ഒളിച്ചിരുന്നു. രാത്രി വിവേകിൻ്റെ വീട്ടുമുറ്റത്തെത്തി ബൈക്ക് കത്തിക്കുകയായിരുന്നു. ഭീഷണിക്കത്തും ഒപ്പം വച്ചു. വീടിൻ്റെ പടികളിൽ കരിയോയിലും ഒഴിച്ചു. കത്തിക്കൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേര് എഴുതിയിരുന്നത് കേസ് വഴിതിരിച്ചുവിടാൻ വേണ്ടിയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു.